മലയാളത്തിലെ സീരിയലുകൾ വഴിതെറ്റിക്കുന്നു എന്നാണ് ഒരുപാട് പേരുടെ പരാതി ഉള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. ദീപയ്ക്ക് എന്താ അഭിപ്രായം? എനിക്ക് മലയാളത്തിലെ സീരിയലുകളെന്നല്ല, പൊതുവേ ഇന്ത്യയിലെ സീരിയലുകൾ എല്ലാവരും വഴി തെറ്റിക്കാന്നൊന്നല്ല പറഞ്ഞ് എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു ഇത്തിരിയെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണോ അത് എഴുതാനിരിക്കുന്നതും സംവിധാനം ചെയ്യാനിരിക്കുന്നതും? നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അമ്മായിയമ്മ നമ്മളെ കൊല്ലാൻ നടക്കും, വീട്ടിലും വരുന്നവരും വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആൾക്കാർ അയ്യോ അതൊക്കെയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതൊരു വ്യവസായം കൂടിയാണ്. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരാള് അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള സാധനം ഉണ്ടാക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ടിരിക്കണമല്ലോ. ഇത് എന്ത് ഭംഗിയാണുള്ളത്? ഒരുമാതിരി ആനയെ നെറ്റിപ്പട്ടം കെട്ടിച്ച് എഴുന്നള്ളിച്ച് പോകുന്ന പോലെ ഓർണമെന്റ്സ് വേണമെന്നില്ല, അത്രയൊന്നും വേണമെന്നില്ല. പക്ഷെ രാവിലെ എണീക്കുന്ന പോസാണ് കാണിക്കുന്നതെങ്കിൽ ആ കണ്ണിലെ ആർട്ടിഫിഷ്യൽ ഐലാഷസും വെച്ച് ഡബിൾ ലെയർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ആരാണ് രാവിലെ കിടക്കപ്പായെന്ന് എണീക്കുക? അറ്റ്ലീസ്റ്റ് ലിപ്സ്റ്റിക്കിന്റെ ന്യൂഡ് ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടിട്ട് കുറച്ചുകൂടെ സംഭവിച്ചു പോകുന്നതാണ്. അതേ കാര്യമില്ല. അത് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്നതാണ്. പ്രേക്ഷകർ എപ്പോഴും ടെലിവിഷന്റെ സീരിയലിന്റെ പ്രേക്ഷകര് ഒരു 30 വയസ്സ് മുതൽ ഒരു 60-65 വയസ്സ് വരെയുള്ള ആളുകളാണ്. ഇവരാഗ്രഹിക്കുന്നത് എപ്പോഴും സ്ക്രീനിൽ വരുന്ന ആളുകളെ വളരെ സുന്ദരിയായിട്ട് അവരിഷ്ടപ്പെടുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് അവരിഷ്ടപ്പെടുന്ന സാരികളിട്ട് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു സീരിയൽ കാണാൻ തുടങ്ങിയത് ഒരു കുടയും കുഞ്ഞുമോളൊക്കെ പോലത്തെ ആ സീരിയലൊക്കെ ഉണ്ടായിരുന്നു. 13 എപ്പിസോഡ് പറയട്ടെ, 13 എപ്പിസോഡ് സീരിയലുകൾ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. ആ 13 എപ്പിസോഡ് സീരിയലുകളിൽ കുറെയൊക്കെ ഭയങ്കര ശരിക്കും നാച്ചുറൽ, നമ്മൾ സത്യനന്ദിക്കാടിന്റെ സിനിമയൊക്കെ പോലത്തെ സംഭവങ്ങളായിരുന്നു. ആ സമയത്തും ആൾക്കാർ അത് നന്നായി ആസ്വദിച്ചിരുന്നു. അല്ല, അത് ആ സമയത്ത് ആ 13 എപ്പിസോഡും ആൾക്കാർ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 52 എപ്പിസോഡ് വംശം എന്നങ്ങാണ്ട് പറഞ്ഞ സീരിയലാണ് ആദ്യം വരുന്നത്. 52 എപ്പിസോഡ് അതും ആൾക്കാർ അംഗീകരിച്ചിരുന്നു. ഈ ആദ്യം ഇവിടെ മലയാളത്തിൽ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയ സ്ത്രീ ജന്മം അങ്ങനത്തെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും അതൊക്കെ ആൾക്കാർ ആസ്വദിച്ചിരുന്നു. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആൾക്കാരുണ്ട്. അപ്പൊ ആ ആൾക്കാർക്ക് ഇത്രയും അലങ്കാരങ്ങളും ഒരുമാതിരി തൃശ്ശൂർ പൂരത്തിന് ആനയെ നടക്കി നിർത്തിയ പോലത്തുള്ള അലങ്കാരങ്ങൾ ഇട്ടവരെ മാത്രമേ പറ്റുള്ളൂ എന്ന് ആളുകൾ കാഴ്ച അത് കാണാൻ അവർ അങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇഷ്ടത്തിന്റെ അടിച്ചേൽപ്പിക്കുന്ന ഇഷ്ടമൊന്നുമല്ല. നമ്മൾ ആളുകളുടെ മുൻപിൽ നമ്മൾ എങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മളൊരാളെ എങ്ങനെ കാണാനാണ് അങ്ങനെയല്ല, കെട്ടുകാളെ പോലെ അത് കഴിഞ്ഞിട്ട് എന്തൊരു ബാഡായ സന്ദേശങ്ങളെ കുട്ടികൾക്ക് പോലും കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾ ഇല്ല, നിങ്ങൾ വലിയൊരു വെച്ച് എന്തും കാട്ടിക്കോ. 20 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചോ സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ വെച്ചിട്ട് ഒരു കുട്ടി മറ്റേ സ്വന്തം വീട്ടിലെ തന്നെ വേറെ ആരുടെ ഞാൻ ഒരു എപ്പിസോഡല്ല ഇങ്ങനെ വീട്ടിൽ പാസ് ചെയ്ത് പോകുമ്പോൾ സീരിയൽ ഞാൻ ഇന്റലക്ച്വൽ ആവാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നത് കൊണ്ട് സീരിയൽ കാണുന്നത് നിർത്തിയ ഒരാളാണ് ഞാൻ. അപ്പം സീരിയലിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പാസിംഗ് ഷോട്ടുകളൊക്കെ കാണുന്നത് ഒരു കുട്ടി 10 വയസ്സുള്ളൊരു കുട്ടി അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാന്നുള്ളതിനെ കുറിച്ചിട്ട് ഗൂഢാലോചന നടത്തുന്നു. അതിന് മുതിർന്നവരെ സഹായിക്കുന്നു. എല്ലാവരും ക്രൂരർ. അവിടെ മനുഷ്യൻ ഗ്രേ ആണ്, വൈറ്റും ബ്ലാക്കും ഉണ്ടാവും. ഇതിലൊന്നും സീരിയലിൽ ഗ്രേ ഇല്ല, ഒന്നെങ്കിൽ പ്യോർ വൈറ്റ് അല്ലെങ്കിൽ പ്യോർ ബ്ലാക്ക്. ഈ കുട്ടികളുടെ ഉള്ളിൽ നിങ്ങൾ വിഷമാണ് കുത്തിവെക്കുന്നത്. ഒരു ചാനലാണല്ലോ ഒരു സ്റ്റോറി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, എഴുത്തുകാരനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഈ മലയാളത്തിലെ ചാനലുകളാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഇടുമ്പോൾ നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം കുട്ടികളുടെ അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് ആണ് ഇപ്പൊ എന്റെ വിഷയം. സീരിയൽ കാണാനിരിക്കുന്നത് അപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ സിറ്റിയിലുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ വരുന്ന ഒരു നാട്ടും പുറത്തു നിന്നാണ്. അവിടേക്ക് എപ്പോഴും സീരിയൽ കഥ എന്നൊക്കെ പറയുന്നില്ലേ? പ്രഹ്ലാദന്റെ കഥ എന്താണ്? അയ്യപ്പന്റെ കഥ എന്താണ്? അയ്യപ്പൻ കുഞ്ഞായിരുന്നപ്പോ മുതൽ അനുഭവിച്ച ഓരോ മഹാരാജാവിന്റെ കാലം തൊട്ടി കൊണ്ട് മഹാഭാരതത്തിന്റെ പ്രഹ്ലാദത്തിന്റെ കാലഘട്ടത്തിലാണ് ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. നമ്മളത് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് എറിഞ്ഞത് ഞാൻ കണ്ട ഒരു വീഡിയോയില് ഭർത്താവിന്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു, അയാളുടെ ഭാര്യ അയാളുടെ കാമുകന്റെ കൂടെ കാറിൽ കയറി പോകാൻ നോക്കുന്നു. അപ്പൊ ഇയാൾ നീ കുഞ്ഞിനെ നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ കൂടെ കാമുകന്റെ കൂടെ കാറിൽ പോയി. ഇത് സീരിയൽ കണ്ടിട്ടാ? ഒരിക്കലല്ല, ഇത് സീരിയൽ കണ്ടിട്ടൊന്നും. സീരിയൽ ഇത് കാണിക്കുന്നത് കണ്ടിട്ട് ഇതിനൊക്കെ എത്രയോ മുമ്പേ ഇതുണ്ടായിരുന്നു.
ഇപ്പൊ കണ്ടത് ഇപ്പത്തെ വീഡിയോ അല്ലേ? ഞാൻ ഇതിനൊക്കെ എത്രയോ പണ്ടും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഉപേക്ഷിക്കപ്പെടലും ഒക്കെ പണ്ടുണ്ട്. ഒരു കാര്യവും കാണിക്കാറില്ല. സീരിയലിൽ നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്നതിനാണ് എപ്പോഴും സ്ത്രീകൾക്കും. ഇത് സീരിയലിന്റെ കാഴ്ചക്കാരാണ് സീരിയലിന്റെ ബേസ് കഥകൾ ഇപ്പൊ നടക്കുന്ന സീരിയലിന്റെ എല്ലാ കഥകളും ഒരു പെണ്ണുണ്ടാവും, എല്ലാം കൊണ്ടും നല്ലവളും നന്മയുടെ കന്യാമറയമായ ഒരു പെണ്ണുണ്ടാവും. അവള് സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കാണുമായിരിക്കും. ഇവള് പ്രഗ്നന്റ് ആവുന്നു. ഇവളുടെ പുരുഷനെ ഒഴിച്ച് വഴി കൂടെ പോകുന്ന പിച്ചക്കാർക്ക് വരെ അറിയാൻ പറ്റും ആരാണ് കൊച്ചിന്റെ അച്ഛൻ. അവന് മാത്രം അറിയില്ല. എന്നിട്ട് ഇവൾ പ്രഗ്നന്റ് ആവുന്ന അറിയുന്നത് 2 വർഷം കഴിഞ്ഞു. പറയട്ടെ, അത് കഴിഞ്ഞ് ഈ വീട്ടിൽ വേറൊരാൾക്കാരുണ്ടാവും, അയാൾക്ക് വേറൊരാളോട് സീരിയലിന്റെ പേര് പതിവ്രത. അല്ല, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മലയാളം ടെലിവിഷൻ ഏത് സീരിയലായാലും ഇപ്പൊ ഒരു ചെറിയ വ്യവസായമല്ല, ഇത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വ്യവസായത്തിൽ മുതൽ മുടക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഇതിന്റെ ട്രെൻഡിങ് ആയ ചില കാര്യങ്ങൾ നിർത്താൻ ചാനലുകൾ സമ്മതിക്കത്തില്ല. സീരിയലുകളിൽ സെക്സ് ഒന്നുമില്ല, വയലൻസ് ഉണ്ട്. അവിഹിതം ഉണ്ടാകാം, സെക്ഷൽ ഇന്റർകോഴ്സ് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. സെക്സും വയലൻസും അല്ലാതെ വേറെ എന്ത് വിഷയമാണ് നമ്മളൊരു സാധാരണ ഒരു സീരിയൽ പ്രേക്ഷകർ എന്ന നിലയിൽ, സീരിയൽ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ആളുകൾക്ക് എപ്പോഴും അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതുമാണ്. ഈ സീരിയലുകൾ ഉണ്ടാക്കുന്ന കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് സീരിയലുകൾ ഉണ്ടായതിനു ശേഷമാണ് വൈകുന്നേരങ്ങളിൽ സാധാരണഗതിയിൽ മുമ്പൊക്കെ വീടുകളിൽ എന്തുണ്ടാവുക, ഒരു സന്ധ്യാനാമം ജപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് സന്ധ്യാനാമം ജപിക്കും. അത് കഴിഞ്ഞ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിരുന്ന് വർത്താനം പറയോ. ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞൊരു കലാപരിപാടി അന്നുണ്ടായിരുന്നു. ലോഡ് ഷെഡിങ്ങിന് 1/2 മണിക്കൂർ സമയമെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യും. ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, 9 മണിക്ക് മുമ്പ് വരുന്ന ട്രെയിനിൽ നീ വരണ്ട എന്ന് എന്റെ അമ്മ എന്നോട് പറയാറുണ്ട്. കാരണം 9 മണി വരെ അമ്മയ്ക്ക് സീരിയൽ കാണണം. ഇത് കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്ക് ഈ സാധനം വീണ്ടും റീറ്റെലിക്കാറുണ്ട്. ഇത് പോരാഞ്ഞിട്ട് യൂട്യൂബിൽ വരെ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട് പോകുന്നവർ മാത്രമല്ല, നമ്മൾ വൈകുന്നേരം 7 മണിക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള 60 വയസ്സ് 80 വയസ്സുള്ള ആൾ ഇരിക്കുന്നുണ്ടാവും. ആ വീട്ടിലെ ഒരു പുരുഷന്മാരും കാണാറുണ്ട്. പിന്നെയുള്ള ഏറ്റവും മാരകമായ പ്രശ്നം, ആ വീട്ടിലെ 3ഓ 4ഓ വയസ്സുള്ള കുട്ടിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് നേരിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ 3.5 വയസ്സുള്ള കുട്ടി പറയുന്ന ഡയലോഗാണ്, എന്റെ മാനത്തിന് വില പറയരുതെന്ന്, അവളോട് ലഡു എടുക്കരുത് എന്ന് പറഞ്ഞതിന്. അപ്പൊ എന്താണ് പറയുന്നത് പോലും അവർക്ക് അറിയില്ല. പക്ഷെ എവിടുന്ന് അത് കേട്ടെന്ന് വെച്ചാൽ മനസ്സിലായി കുട്ടി എല്ലാ സീരിയലും കൃത്യമായിട്ട്. മറുവശം എന്ന് പറയാൻ, നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് എന്റർടൈൻ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഏരിയകളുണ്ട്. അതേസമയം വൈകുന്നേരം വീട്ടിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ടെലിവിഷൻ കാണുക, ആ കാഴ്ചകളിൽ അവർ അവരുടെ സന്തോഷം അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലേ സീരിയൽ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ തന്നെയാണ്. 7 മണിയാകുമ്പോ ഫസ്റ്റ് സീരിയൽ കാണാനിരിക്കും. പെട്ടെന്ന് പ്രാർത്ഥനയും കഴിച്ചിട്ട് 7 മണിക്ക് ഓൺ ചെയ്യുന്ന ടി വി ആണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥനകൾ ഇല്ലാതായി. പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. റിട്ടയർമെന്റിന് ശേഷമുള്ള ആൾക്കാരാണ് കൂടുതൽ ടി വി വാരികകൾ വായിച്ചിരുന്നില്ലേ? കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന മംഗളമുണ്ട്, മനോരമയുണ്ട്, മനോരാജ്യമുണ്ട്, ഇതൊക്കെ വായിച്ചില്ലേ? ഇതിനേക്കാൾ കൂടുതൽ വയലൻസ് അതിനകത്തുണ്ടായിരുന്നു. മാത്യു മറ്റത്തിന്റെയും ഒക്കെ നോവലുകൾ ഇതിനേക്കാൾ കൂടുതൽ സെക്സും വയലൻസും ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. ആ നോവലുകളിൽ ഇതിനേക്കാൾ കൂടുതൽ അപ്പുറത്തെ അവിഹിതവും ഇപ്പുറത്തെ ആളുകളുടെ ബന്ധവും ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിന്റെ പകുതി പോലും ഇല്ല. ഇത് ഒരിക്കലും സീരിയലുകൾ ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്. അത് കാണുന്നവർക്ക് ആവശ്യമുണ്ട്. അത് ചാനലുകൾ, സീരിയൽ എന്ന് പറയുന്നത് ചാനലുകാരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു എഴുത്തുകാരന്റെ സംവിധായകന്റെ ഒരു രീതി അനുസരിച്ചല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത്. സീരിയൽ മെസ്സേജ് ഒന്നുമില്ല, ഒരു പക്ക എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. സീരിയൽ എന്ത് മെസ്സേജ്? സീരിയൽ കാണുന്ന എല്ലാവരുടെയും പ്രത്യേക സീരിയലിൽ ഒരു മെസ്സേജ് കൊടുക്കാനില്ല. കാഴ്ചക്കാരെ എന്റർടൈൻ ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നെഗറ്റീവായ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുന്നത്. ഇതൊരു ചാനൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി, നമ്മൾ അതിനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നു, അത് ഡയറക്റ്റ് ചെയ്യുന്നു. അതിനകത്തൊരു മോശം കാര്യം കാണിക്കാതെ ഇതിനകത്ത് ആളുകൾക്ക് രസിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചോദിക്കട്ടെ, ഇപ്പൊ സിനിമയ്ക്കൊക്കെ സെൻസർ ബോർഡ് ഇല്ലേ, അതുപോലെ സീരിയലിനില്ലേ? സീരിയലിനെ സംബന്ധിച്ച് ആ ഒരു സെൻസർ ബോർഡ് ഒക്കെ പ്രാക്ടിക്കൽ ആണ്. പക്ഷെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇതൊരു മോണിറ്ററിംഗ് കമ്മിറ്റി വെച്ച് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുന്ന ഒരു പ്രോസസ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് ആര് ചെയ്യും? ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ചാനലുകളുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തി അത് ചെയ്യണം. അല്ലാതെ സീരിയൽ മാത്രമാണ് സമൂഹത്തെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, സീരിയലുകൾക്ക് മുമ്പിലും ഇവിടെ അവിഹിതങ്ങൾ ഉണ്ടായിരുന്നു.
ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു, കുട്ടികളെ ഉപേക്ഷിക്കലുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികൾ കേൾക്കാതിരിക്കാനെങ്കിലും നോക്കും. ഇത് വീട്ടില് പബ്ലിക്കായിട്ട് 55 ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളൊന്നും ഈ സീരിയൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എപ്പോഴും മൊബൈലിലാണ് അവർക്ക്. എന്റെ വീട്ടിലെ കുട്ടികൾ തന്നെ കാണുന്ന എല്ലാം കൊറിയൻ സീരിയൽ 2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചിലപ്പോൾ കാണും. കൊച്ചുമക്കളും അമ്മമ്മമാരും തമ്മിലുള്ള അവർ തമ്മിലൊരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതിൽ അവർ രണ്ടുപേരും കാണും. നമ്മുടെ എല്ലാ വീടുകളിൽ തന്നെ ഇപ്പൊ എല്ലാവരും കൂടിയുള്ള സമയങ്ങൾ തന്നെ വളരെ കുറച്ചാ. പക്ഷെ ഒരു പോസിറ്റീവ് ഉണ്ട്, സീരിയൽ കാണുന്ന ഇതിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പക്ഷെ വേറെ ആരും മിണ്ടാൻ പാടില്ല ആ സമയത്ത്. അല്ല, കഴിഞ്ഞ ദിവസം എന്റെ മോൻ എന്റെ വീട്ടിൽ വന്നപ്പോ നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കാണ് അപ്പൂപ്പന്റെ അടുത്ത്, ഈ സീരിയലിലെ ആള് മാറിയിട്ടുണ്ടല്ലോ, ആ ആക്ടർ മാറി വേറെ ആള് വന്നല്ലോ. അത് പല കാരണങ്ങളുണ്ടാവും. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ മാത്രം കാണാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരും കൂടെ എല്ലാവരും അത് കാണുന്ന എല്ലാവരും എന്റർടൈൻമെന്റ് ആയിട്ടല്ല അല്ല, എടുക്കുന്നത്. സീരിയലിനെ ആയാലും എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ്, പ്രത്യേകിച്ചും കുട്ടികളുടെ കൂടെ ഇരുത്തി കാണാതിരിക്കാൻ. സീരിയൽ വന്നതിന് ശേഷമല്ല സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, സിനിമയിൽ അതിലൊരു ഇത് എനിക്കുണ്ട്. സിനിമയും സീരിയലും കണ്ടിട്ട് ആരും നന്നാവുന്നില്ലെങ്കിലും ഇത് രണ്ടും കണ്ട ചീത്തയാവാനുള്ള എല്ലാ വഴികളും അവരെടുക്കുന്നുണ്ട്. ഒരു ആയുർവേദ വൈദ്യനുണ്ട്, അദ്ദേഹം പണ്ടൊരു പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഞാൻ ആയുർവേദ മരുന്ന് കൊടുത്ത് അലസിപ്പിച്ചിട്ടുള്ള ഗർഭങ്ങളുടെ എണ്ണം ഏതാണ്ട് 500-ലധികമാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെലപ്പനാശാരി തള്ളു സ്റ്റോറി അല്ലല്ല, അങ്ങനെയുള്ള കഥകളുണ്ട്. അപ്പൊ കുറച്ച് തള്ളാണെങ്കിലും അത് പകുതിയെങ്കിലും സത്യമില്ലാതിരിക്കുമോ? അപ്പൊ ഇതൊക്കെ സീരിയൽ കണ്ടതിന് ശേഷമല്ല, അതിനു മുമ്പും സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം ഇതിനെ ഒരു എന്റർടൈൻമെന്റ് ആയി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. എന്റർടൈൻമെന്റ് ആണ് സീരിയലിന്. പക്ഷെ സെൻസറിങ് വേണം. കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സീരിയൽ ഉണ്ടാക്കുന്നവർ കാണിക്കണം. അത് വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? കൊച്ചു കുട്ടികളും ഒരുപാട് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു ശരിയായ കാര്യമാണ്. അതായത് ഈ കുറച്ച് നെഗറ്റീവായ കാര്യങ്ങൾ കുറച്ച് കാണിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് വരുത്താവുന്നതാണ്. അത് ചില കാര്യമിടത്ത് ചെയ്യാറുണ്ട്, പക്ഷെ ചിലയിടത്ത് പലപ്പോഴും അത് ഞങ്ങളത് ചെയ്യാൻ മലയാളം സീരിയലിലുള്ള പ്രത്യേകിച്ചും അഭിനയിക്കുന്ന നടിമാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഹിന്ദി സീരിയൽ കണ്ട അതുപോലെ കോസ്റ്റ്യൂമും അതും കോപ്പി ചെയ്യരുത്. കാരണം അവരുടെ നല്ല നീളമുള്ള കഴുത്തിന് വലിയ കമ്പനി ചേരും, പക്ഷെ നിങ്ങൾക്ക് അത്ര നീളമില്ലാത്ത കഴുത്താകുമ്പോൾ അത്രയും വലിയ കമ്പനി ചേരില്ല. ബോഡി ഷേമിംഗ് അല്ല, നമ്മുടെ ഫിഗറിന് ചേരുന്ന, അതുകൊണ്ടാണ് അവരുടെ അത്ര സക്സസ് ആവുന്നത്. അവരിടുന്ന ഓർണമെന്റ്സ് അതുപോലെ കോപ്പി അടിച്ച് നമ്മളിടണ്ട. നമ്മുടെ ഇതിന് അത് ചേരുന്ന അതിന്റെ വെറൈറ്റി അതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനൊക്കെ ആദ്യം തന്നെ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഒരു ഡിസൈൻ കൊടുക്കും, ഈ ടൈപ്പ് ഉപയോഗിക്കാൻ പറയും. അപ്പൊ അവരത് വാങ്ങും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം എന്റർടൈൻമെന്റ് ആണ്, ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് അതുപോലെ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടേതായ രീതിയിലേക്ക് അതിൽ മാറ്റം വരുത്തിയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് നടക്കാം. അല്ല, കഥകൾ ഏതായാലും കോപ്പി അടിക്കുന്നുണ്ട്, അവരുടെ നല്ല കോസ്റ്റ്യൂംസ് മോഷ്ടിക്കുന്നുണ്ട്, ഇതെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. സകലതും മോഷണമയമായി നടക്കുന്ന ഒരു രംഗമായി ഇതിങ്ങ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.